ഛത്തീസ്ഗഡിൽ ആക്രമണത്തിനിരയായ ക്രൈസ്തവർക്കെതിരെ പലയിടത്തും ഊരുവിലക്ക് തുടരുന്നതായി മേഖല സന്ദർശിച്ച CPM പ്രതിനിധി സംഘം വെളിപ്പെടുത്തി. ക്യാമ്പുകളിൽ കഴിഞ്ഞ ക്രൈസ്തവരെ സംരക്ഷണമൊരുക്കാതെ സംസ്ഥാന സർക്കാർ നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചെന്നും ഇവർക്ക് വീടുകളിൽ പ്രവേശിക്കാനായിട്ടില്ലെന്നും സംഘം ആരോപിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും സംഘം വ്യക്തമാക്കി. CPMന്റെയും ആദിവാസി അധികാർ മഞ്ചിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരട്ട്, ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി ധർമ്മരാജ് മഹാപാത്ര എന്നിവരുൾപ്പെട്ട സംഘമാണ് ക്രൈസ്തവർ ആക്രമണത്തിനിരയായ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ആക്രമണത്തിനിരയായവർ വൈദികർ, ആദിവാസികൾ, ഛത്തീസ്ഗഡ് പ്രോഗ്രസീവ് ക്രിസ്ത്യൻ അലയൻസ് നേതാക്കൾ എന്നിവരുൾപ്പെടെ 100-ലധികം പേരെ പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു. അക്രമങ്ങളിൽ 1500-ൽ പരം ക്രൈസ്തവർ പലായനം ചെയ്യേണ്ടി വന്നതായും നിരവധി വീടുകളും പള്ളികളും തകർക്കപ്പെട്ടതായും സംഘം വ്യക്തമാക്കി. ക്യാമ്പുകളിൽ കഴിഞ്ഞ ക്രൈസ്തവരെ നിർബന്ധപൂർവ്വം വീടുകളിലേക്ക് പറഞ്ഞയച്ചെങ്കിലും മതിയായ സംരക്ഷണം നൽകാത്തതുമൂലം ഇവർക്ക് സ്വന്തം വീടുകളിൽ പ്രവേശിക്കാനായിട്ടില്ലെന്നും പലയിടങ്ങളിലും ക്രൈസ്തവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരോ കോൺഗ്രസിലെ പ്രധാന നേതാക്കളോ ആരും തന്നെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ ആക്രമണത്തിനിരയായവർക്ക് ആശ്വാസമേകാൻ എത്തുകയോ ചെയ്തില്ലെന്നും സംഘം ആരോപിച്ചു. ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അസഹിഷ്ണുത വളർത്തിയും നിർബന്ധിത മതപരിവർത്തനമെന്ന വ്യാജ ആരോപണമുന്നയിച്ചുമാണ് സംഘപരിവാർ അനുകൂല ശക്തികൾ ഈ ആക്രമണ പരമ്പരയ്ക്ക് തിരികൊളുത്തിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി. പ്രതിനിധി സംഘം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് നൽകിയ വിശദമായ നിവേദനത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ദുരിതങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഷെക്കിന ന്യൂസ്, ന്യൂഡൽഹി.